നിരവധി കോമഡി കഥാപാത്രങ്ങൾ, നിരവധി സിനിമകൾ. ഒരു കോമഡി കഥാപാത്രമായി മാത്രം തിരിച്ചറിയപ്പെട്ട നടൻ. പക്ഷേ അടുത്തിടെ ഇദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ വലിയ ചർച്ചയായിരുന്നു. കോമഡി മാത്രമല്ല, തന്നെക്കൊണ്ട് നല്ല കാമ്പുള്ള കഥാപാത്രങ്ങളും ചെയ്യാൻ കഴിയുമെന്ന് തമിഴ് സിനിമാ ലോകത്തിന് കുറച്ചു മുന്നേ തന്നെ കാട്ടിക്കൊടുത്ത നടൻ. കോമഡിയിൽ നിന്നും ക്യാരക്ടർ റോളിലേക്കുള്ള ആ നടന്റെ മാറ്റം തമിഴകം നോക്കിക്കണ്ടത് അത്ഭുതത്തോടെയായിരുന്നു. മറ്റാരുമല്ല, രാമലക്ഷ്മൺ മുത്തുച്ചാമി. അങ്ങനെ പറഞ്ഞാൽ പലർക്കും അറിയില്ല, പക്ഷേ തമിഴകത്തിന്റെ സ്വന്തം സൂരി എന്ന് പറഞ്ഞാൽ അറിയും. ആഗ്രഹവും കൊണ്ട് 1996 സൂരി ചെന്നൈക്ക് വണ്ടി കയറിയത്. അത്ര പെട്ടെന്നൊന്നും സിനിമയിൽ കയറിപ്പറ്റാൻ സൂരിക്ക് കഴിഞ്ഞിരുന്നില്ല. തന്റെ അഭിനയമോഹത്തിന് പിന്നാലെ പോകാൻ ഒരുപാട് പണം ആവശ്യമായിരുന്ന സൂരി അവിടെ ഒരു തൂപ്പുകാരനായി വരെ ജോലി നോക്കി. പിന്നീട് സിനിമകളിൽ കയറാൻ പറ്റിയെങ്കിലും വളരെ പ്രാധാന്യമില്ലാത്ത ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു വേഷം. പേരോ പ്രാധാന്യമോ ഇല്ലാത്ത നിരവധി റോളുകൾക്ക് ശേഷമായിരുന്നു സൂര്യയെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. വെണ്ണില കബഡിക്കുഴു എന്ന ചിത്രത്തിൽ 50 പൊറോട്ട കഴിച്ച് ഹോട്ടലുടമയെ അമ്പരപ്പിക്കുന്ന ഒരു സീൻ ഹിറ്റായതോടെ സൂരി പൊറോട്ട സൂരിയായി മാറി. അവിടെ നിന്നിങ്ങോട്ട് സുന്ദര പാണ്ഡ്യൻ, വരുത്തപ്പെടാതെ വാലിബ സംഘം, പാണ്ഡ്യനാട്, ജില്ല, രജനി മുരുകൻ, വേലിൻ വന്നിട്ട വേലക്കാരൻ, ഇത് നമ്മ ആള് തുടങ്ങി നിരവധി സിനിമകൾ. 2018 ശിവകാർത്തികേയന്റെ സീമരാജ എന്ന ചിത്രത്തിലും വിക്രമിന്റെ സാമി സ്ക്വയർ എന്ന ചിത്രത്തിലും സൂര്യ അഭിനയിച്ചു. പക്ഷേ ഈ 2 ചിത്രങ്ങളിലെയും അദ്ദേഹത്തിന്റെ അഭിനയം വളരെ ക്രൂരമായി തന്നെ വിമർശിക്കപ്പെട്ടു. ഓൺലൈൻ റിവ്യൂവേഴ്സ് വളരെ മോശമായാണ് ആ ചിത്രങ്ങളെയും നടനെയും ക്രിറ്റിസൈസ് ചെയ്തത്. ആ സിനിമയ്ക്കെതിരെ പ്ലാൻ ചെയ്തുള്ള അറ്റാക്ക് ആയിരുന്നുവെന്നാണ് അന്ന് സൂരി പറഞ്ഞത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് സൂര്യക്ക് ബാക്ക് ടു ബാക്ക് ചിത്രങ്ങളായിരുന്നു. നമ്മ വീട്ടുപിള്ളൈ, സംഘത്തമിഴൻ തുടങ്ങിയ സിനിമകളെല്ലാം വലിയ ഹിറ്റായി മാറി. എന്നാൽ അത്രയും കാലം നമ്മൾ കണ്ട തമാശക്കാരനായ സൂര്യ ആയിരുന്നില്ല 2023 കണ്ട സൂരി. വെട്രിമാറിന്റെ സംവിധാനത്തിൽ വന്ന വിടുതല എന്ന ചിത്രം സൂര്യയുടെ തലവര തന്നെ തിരുത്തി എഴുതി. കോമഡി മാത്രം വഴങ്ങിയിരുന്ന സൂര്യ എന്ന നടന്റെ ശക്തമായ മറ്റൊരു മുഖം അവിടെ തെളിയുകയായിരുന്നു. സർക്കാരിന്റെ വെറും ഉപകരണമായി മാത്രം മാറേണ്ടി വരുന്ന പോലീസുകാരുടെ കഥ പറഞ്ഞ ചിത്രത്തിൽ സൂര്യയുടെ പ്രകടനം പ്രേക്ഷകരെ ഞെട്ടിച്ചു. ഒരേ സമയം വേട്ടക്കാരനായും ഇരയായും നിൽക്കേണ്ടി വരുന്ന അവസ്ഥയെ അതിന്റെ തീവ്രതയോടെ തന്നെ പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ സൂര്യക്ക് സാധിച്ചിരുന്നു. അവിടെ സൂര്യയിലെ യഥാർത്ഥ നടനെ തമിഴകം കാണുകയായിരുന്നു. ഇപ്പോൾ ദുരൈ സെന്തിൽകുമാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രം ഗരുഡനിലാണ് സൂര്യ എത്തുന്നത്. ചിത്രത്തിന്റെ ഗ്ലിംസ് ഇറങ്ങിയപ്പോൾ മുതൽ സൂര്യയെ വാനോളം പ്രശംസിക്കുകയാണ് ആരാധകർ. വിടുതലയിലൂടെ സൂര്യയുടെ ബിഗ്ഗസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കണ്ടതാണെങ്കിലും ഗരുഡനിലെ സൂര്യയെ ഏറ്റെടുത്തിരിക്കുകയാണിപ്പോൾ. ഒരു ബ്രൗൺ കളർ ടോണിലെത്തിയ ഗ്ലിംസിൽ വില്ലന് പിന്നാലെ ഓടുന്ന സൂര്യയുടെ ഓട്ടവും പഴയ സിനിമകളിൽ പലതിലുമുള്ള സൂര്യയുടെ ഓട്ടവും ചേർത്തുള്ള വീഡിയോകളാണ് ഇപ്പോൾ ട്രെൻഡിങ്. സെക്കൻഡ് ട്രാൻസ്ഫോർമേഷൻ ലോഡിംഗ് എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. എന്തായാലും വിടുതലയിലൂടെ സൂര്യ കുറിച്ച ചരിത്രം ഗരുഡനിലും നമുക്ക് പ്രതീക്ഷിക്കാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൽഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.